എഫക്റ്റീവായിട്ട് എങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ ആം നന്ദകിഷോർ ഫ്രം അൺലൈൻ അക്കാഡമി. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ആദ്യമോടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കുന്നതാവാം നിങ്ങളുടെ ഗോള്, അല്ലെങ്കിൽ ഒരുപാട് ഫോളോവേഴ്സിനെ കിട്ടുന്നതാവാം, ലീഡ് ജനറേറ്റ് ചെയ്യുന്നതാവാം. എന്ത് തന്നെ ആയാലും ഒരു ഗോള് ആദ്യം തന്നെ സെറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം സെറ്റ് ചെയ്യുന്ന ഗോളിന്റെ ബേസിസിലായിരിക്കും നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നിങ്ങൾ ടീം ചെറുതാണെങ്കിൽ ആദ്യം ഒരു ഗോൾ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്തു കഴിഞ്ഞുവെങ്കിൽ നിങ്ങളൊരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുക. അതാണ് നിങ്ങൾ നെക്സ്റ്റ് ആയിട്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു HR കൺസൾട്ടൻസി നടത്തുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ എഫക്റ്റീവായിട്ടുള്ള ഓഡിയൻസ് എപ്പോഴും ഉള്ളത് ലിങ്ക്ഡിനിലായിരിക്കും. അതേപോലെ നിങ്ങളുടെ ബിസിനസ്സിന് സ്യൂട്ട് ആവുന്ന പ്ലാറ്റ്ഫോം കണ്ടെത്തുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. നിങ്ങൾ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്തുവെങ്കിൽ അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കോമ്പറ്റീറ്റർ അനാലിസിസ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് 2 ബ്രാൻഡ്സ് എടുക്കാം, ഒല, ഏത്തർ. അപ്പം ഏത്തർ എന്ന് നമുക്കറിയാം, ഒല ഏത്തറും ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് വിൽക്കുന്ന കമ്പനികളാണ്. അപ്പോൾ നമുക്ക് ഏത്തറിനെ എങ്ങനെ അനാലിസിസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എടുക്കുക, അവിടെ അവർ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകളുടെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടെന്ന് നോക്കുക. അതായത് എന്തെങ്കിലും കളർ കോമ്പിനേഷൻ അവർ ഫോളോ ചെയ്യുന്നോ, എന്തെങ്കിലും ഹാഷ്ടാഗുകൾ അവർ സ്പെഷ്യലായിട്ട് യൂസ് ചെയ്യുന്നോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. ഇതിൻ്റെ ബേസിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾക്ക് ബ്രാൻഡിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇത്രയൊക്കെ സ്റ്റെപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ ഉടനെ ഒന്നും പോസ്റ്റ് ചെയ്യില്ല കേട്ടോ. ഇനി നിങ്ങളുടെ ഒരു ചേഞ്ച് എന്തായാലും കൊണ്ടുവരാൻ ശ്രമിക്കുക. സോ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പിലേക്ക് പോകും. നിങ്ങൾ ഈ പറയുന്ന സ്റ്റെപ്പ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോണ്ടന്റ് കറക്റ്റ് അല്ല എങ്കിൽ ഒരിക്കലും യൂസേഴ്സ് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കത്തില്ല. സോ നല്ല രീതിയിലുള്ള കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾ പറയാനാണെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന കോണ്ടന്റിൽ കോൾ ടു ആക്ഷൻ ആഡ് ചെയ്യുക, യൂസേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്യാപ്ഷൻസ് കൊടുക്കുക. ഇതൊക്കെ വഴി കോണ്ടന്റ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഫോർ മോർ റിലേറ്റഡ് വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.